ഇത് നമ്മൾ പാലക്കാട്ടേക്കാണ്. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവെക്കും. ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ ഉടൻ സ്ഥലത്തേക്കെത്തും. വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലാണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. ഗോകുൽ VS പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായിട്ട്. ഗോകുൽ, പുലിയെ മയക്കുവെടിവെക്കാനുള്ള നീക്കങ്ങളൊക്കെ എങ്ങനെ അവിടെ നടക്കുന്നു? ഇപ്പോൾ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ എത്തിയതിന് ശേഷമായിരിക്കും അതിലൊരു എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊരു തീരുമാനമാവുക. പുലി ഇപ്പോൾ ചെറിയൊരു കമ്പിവേലിയുടെ ചെറിയൊരു ബലത്തിൽ മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അത് ഒരുപക്ഷെ പൊട്ടിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് നിന്ന് ഇവിടെ നിന്ന് അടുത്ത് നിന്ന് ജനങ്ങളെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസും വനം വകുപ്പും ഒക്കെ അങ്ങനെ സുരക്ഷിതമായി മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശവും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ ആ ഒരു ശ്രദ്ധയോടുകൂടി തന്നെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ്. ഇത് പുലി രക്ഷപ്പെടുന്നതിന് വേണ്ടി പലപ്പോഴും കമ്പിവേലിക്കിടയിലൂടെ നീങ്ങുന്നതും അല്ലെങ്കിൽ അതിലൂടെ പുളയുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ പുലി ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്നു എന്നുള്ളതൊരു ചെറിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമുണ്ട്. ഏതായാലും ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അടക്കം ഇപ്പോൾ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തും. അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ്, മറ്റൊരു ജോലിയുടെ ഭാഗമായി വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ സംഭവം അറിഞ്ഞത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. RRTയുടെ പ്രത്യേക സംഘവും ഉടൻ തന്നെ ഇവിടേക്ക് എത്തും. കണ്ടോ, പുലി ഇപ്പോൾ അനങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ പുലിക്ക് ഇപ്പോൾ അനങ്ങാൻ കഴിയുന്നുണ്ട്. നേരത്തെ നമ്മൾ ആദ്യം വന്നപ്പോൾ രണ്ട് ഭാഗങ്ങൾ, ഏകദേശം ഇടുപ്പും പിൻകാലുകളും ഈ കമ്പിവേലിക്കിടയിൽ പെട്ട നിലയിലായിരുന്നു. എന്നാൽ അതിൽ ഒരു ഭാഗം ഇപ്പോൾ വിട്ടിട്ടുണ്ട്, പുലിയുടെ ശരീരത്തിൽ നിന്ന് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇടുപ്പിലെ ചെറിയ ഒരു കമ്പിവേലിയുടെ ഇടയിൽ ഉള്ളൊരു ചെറിയ ഒരു ഇടുപ്പിലെ ഒരു കമ്പിയുടെ ഇടയിൽപ്പെട്ട് മാത്രമാണ് ഇപ്പോൾ പുലി ഇങ്ങനെ നിൽക്കുന്നത്. പുലി പൂർണ്ണ ആരോഗ്യവാനാണ്. ഏകദേശം 4 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണെന്നാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. അത് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ എത്തിയതിനു ശേഷം മാത്രമേ അതിൻ്റെ പ്രായം കൃത്യമായൊരു കണക്ക് നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ കാഴ്ചയിൽ ഏകദേശം 4 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. ഏതായാലും ജനങ്ങളെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെത്തി കൂടുതൽ ദൂരത്തേക്ക് മാറ്റി. വനം വകുപ്പിൻ്റെ RRT ഈ പറയുന്ന കൂടടങ്ങുന്ന വാഹനം എത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ അവരിവിടേക്ക് എത്തും. ഈ പറയുന്ന വെറ്റിനറി സർജനും ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തും. അതിനുശേഷമായിരിക്കും മയക്കുവെടി വെച്ച് മാറ്റുന്ന കാര്യങ്ങളിലേക്ക്. എത്ര നേരമായിട്ടുണ്ട്? മറ്റൊരു കാര്യം, ഗോകുൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നന്നായി കുടുങ്ങി, അതായത് 2 കമ്പികളിലായിട്ട് കാലും കൈയും കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് കുറെ മോചിതനായിട്ടുണ്ട് പുലി. അപ്പോൾ അത് പൊട്ടിച്ച് പുലി പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? മാത്രമല്ല, ഈ കാണുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് കാടാണോ? ഈ കാണുന്നതിന്, അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പുലിയുള്ള സ്ഥലത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് കാടുള്ളത്. പക്ഷേ ഈ മേഖലയിലേക്ക് ഇടയ്ക്ക് പുലി ഇറങ്ങാറുണ്ട്. അങ്ങനെ വന്യമൃഗശല്യം ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് കാടുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഇവിടെ പുലി പെട്ടത്. പുലിയുടെ ഏകദേശം ഒരു 7 മണി തൊട്ട് 7 മണിക്കാണ് ഏകദേശം വനം വകുപ്പിന് വിവരം അറിയുകയും വനം വകുപ്പ് ഈ സ്ഥലത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പുലർച്ചെ ആയിരിക്കാം ഇങ്ങനെയൊരു പുലി പെടാനുള്ള ഒരു സാധ്യതയാണ് നിൽക്കും. കാരണം പുലി ക്ഷീണിതനല്ല, പുലിക്ക് പൂർണ്ണ ആരോഗ്യവാനാണ്. മാത്രവുമല്ല 4 വയസ്സ് ആണ് പ്രായം. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യവാനായതുകൊണ്ട് തന്നെ അതിന് മറ്റാരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്ഷീണമോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അധിക സമയമായിട്ടില്ല പുലി കുടുങ്ങിയതെന്നുള്ളൊരു നിഗമനത്തിലാണുള്ളത്. ഇതിൻ്റെ ഏറ്റവും വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സ്ഥലത്ത് ആളുകൾ തടിച്ചുകൂടുന്നത് ഒരു ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ പോലീസിൻ്റെ സഹായത്തോടു കൂടി അടുത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ആദ്യം നമുക്ക് കാണുന്ന ഈ പറയുന്ന സുരക്ഷയ്ക്കായി കിട്ടിയ കയറിൽ നിന്നും പിന്നിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ആളുകളെ മാറ്റിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് പൊട്ടിച്ച് ഈ കമ്പിവേലി പൊട്ടിച്ച് പുലി വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ സുരക്ഷിതമായ കൂടുതൽ അകലത്തിലേക്ക് ആളുകളെ ഇപ്പോൾ വനം വകുപ്പ് മാറ്റിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ തിരക്കിട്ട ആലോചനകളും മറ്റും നടക്കുകയാണ്. എന്ത് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സുരക്ഷിതമായി തന്നെ ആളുകളെ മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. ഈ പുലിയുടെ ഒരു ഭാഗത്ത്, അതായത് ഏകദേശം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നിടത്തു നിന്ന് വലത് ഭാഗത്തേക്കുള്ള ആളുകളെ പൂർണ്ണമായും തന്നെ പിന്നിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആളുകളെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് നീങ്ങുന്നുണ്ട്.